ഒരു 20 വർഷം മുന്നേ ഉള്ള പാരന്റിങ് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വഴക്ക് പറയുക, തല്ലുക, ഇതൊക്കെ കോമൺ ആയിട്ട് സൊസൈറ്റിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാരന്റിങ് സ്റ്റൈലായിരുന്നു. അന്നത് ശരിയായിരുന്നു എന്നല്ല, പക്ഷെ അന്നത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു പാരന്റിങ് സ്റ്റൈലായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കുട്ടികളെ അടിക്കരുത്, വഴക്ക് പറയരുത് എന്ന് പറയുന്നതിന് പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളും നമ്മളും വളർന്ന എൻവയറോൺമെന്റ് തന്നെയാണ്. നമ്മൾ വളർന്ന എൻവയറോൺമെന്റ് അല്ല നമ്മുടെ കുട്ടികൾ വളർന്നു വന്നിട്ടുള്ള എൻവയറോൺമെന്റ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയും ജനിച്ചു വീഴുന്നത് അല്ലെങ്കിൽ ആ സമയം മുതൽ തന്നെ അവൻ തുടങ്ങുന്ന കാര്യമല്ല തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അവന്റെ അല്ലെങ്കിൽ അവളുടെ എൻവയറോൺമെന്റ് തന്നെയാണ് ആ കുട്ടിയെ മോശമാക്കുന്നതും നല്ലതാക്കുന്നതും. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ വളർന്നു വരുന്നത്. ടെക്നോളജി ആണെങ്കിലും, എഡ്യൂക്കേഷൻ സ്റ്റൈൽ ആണെങ്കിലും, ഫിലിമിന്റെ ഇൻഫ്ലുവൻസ് ആണെങ്കിലും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണെങ്കിലും വളരെ അധികമാണ്. നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അതിൽ ഭൂരിഭാഗം വരുന്നത് ഒന്നല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ് ആയിരിക്കും. പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ ഫ്രണ്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവർക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഒരു വസിക്കുന്ന എൻവയറോൺമെന്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി പഠന കാര്യത്തിലാണെങ്കിലോ നമ്മൾ കൂടുതലായി ബുക്സിനെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളോ ഡിജിറ്റലിയാണ് പഠിക്കുന്നതും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതും. അതായത് എല്ലാത്തിലും ഒരു ചേഞ്ച്, ഇവല്യൂഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് കുട്ടികളുടെ സൈക്കോളജി അനുസരിച്ചും അതോടൊപ്പം ഇന്നത്തെ ജനറേഷനും അനുസരിച്ചുമല്ലേ അപ്ഡേറ്റഡ് ആവേണ്ടത്. 2K കിഡ്സ് മുഴുവൻ വഴിതെറ്റിപ്പോയ ജനറേഷൻ ആണ് എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അവർക്ക് നല്ല വാല്യൂസ് ഇൻസിസ്റ്റ് ചെയ്ത് നോക്കൂ. നല്ല വാല്യൂസ് കുട്ടികളിലേക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ ഒരു പാരന്റിന് കഴിയുകയാണെങ്കിൽ അവിടെയാണ് ഒരു പാരന്റിങ് സക്സസിലേക്ക് നയിക്കുന്നത്. സോ ഹാപ്പി പാരന്റിങ്.